നമസ്കാരം. മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് വലിയൊരു അധ്യായമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണം അതിൻ്റെ പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ബാർക്ക് റേറ്റിംഗിൽ തട്ടിപ്പ് നടത്താൻ റിപ്പോർട്ടർ TV നീക്കം നടത്തുന്നു, ബാർക്കിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി നീക്കം നടത്തുന്നു എന്ന് വാട്സപ്പ് ചാറ്റുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് ശ്രീകണ്ഠൻ നായരും 24 ന്യൂസും രംഗത്തെത്തി. അതിന് പിന്തുണയുമായി മീഡിയ വൺ അടക്കമുള്ള മറ്റ് ചാനലുകൾ അണിനിരക്കുന്നു. ആ ഘട്ടത്തിലാണ് തിരിച്ച് ഒരു പരാതിയുമായി റിപ്പോർട്ടർ TV തന്നെ രംഗത്ത് വന്നത്. ശ്രീകണ്ഠൻ നായരും മകനും ഉൾപ്പെടുന്ന 24ൻ്റെ ഉദ്യോഗസ്ഥ സംഘം ബാർക്കിന് അയച്ച സന്ദേശം എന്ന നിലയിൽ വ്യാജമായി ഈ ഫേക്ക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നും വാട്സപ്പ് സന്ദേശം ഉൾപ്പെടെ വ്യാജമായി നിർമ്മിച്ച് റിപ്പോർട്ടർ TVക്കെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണ് എന്ന് ആരോപിച്ച് ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ TVയും പരാതി നൽകി. അതിലും പോലീസ് കേസെടുത്തു. ഇങ്ങനെ 2 കേസുകളുടെ നടുവിലാണ് നമുക്ക് എന്തായാലും ആധികാരികമായി നമ്മുടെ മുമ്പിൽ വേറെ തെളിവുകളില്ലാത്തത് കൊണ്ട് ഒന്നുകിൽ 2 പേരെയും വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഇഷ്യൂവിലേക്ക് നമ്മളെ നയിക്കുന്ന കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാൻ തൽക്കാലം അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു കാര്യം വസ്തുതയാണ്, ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള മത്സരം അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നുകൊണ്ട് നടക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. മൗനമായി നിൽക്കുന്നവരും ഇപ്പോൾ ചർച്ചകളിൽ നിൽക്കുന്നവരും പിന്നീട് വരുന്ന ഘട്ടങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെടുന്നു ഒക്കെ നമ്മൾ കാണാറുണ്ട്. നേരത്തെ നമുക്കറിയാലോ, തുടക്കകാലത്ത് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സമീപകാലത്ത് ഇപ്പോൾ 1ാം സ്ഥാനത്ത് തന്നെ ഭീഷണിയായി ആദ്യം 24 വന്നപ്പോൾ 24ഉം ഏഷ്യാനെറ്റും തമ്മിലായിരുന്നു സംഘർഷം. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളികൾ രാവിലത്തെ ചർച്ചകളിൽ പോലും നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് റിപ്പോർട്ടർ TV കയറി വന്നു. പിന്നീട് റിപ്പോർട്ടർ TVയുമായുള്ള സംഘർഷമാണ്. ഇപ്പോൾ റിപ്പോർട്ടർ TV ഒരു ഭാഗത്തും മറ്റ് ചാനലുകൾ ഒരു ഭാഗത്തും അതിൽ നേതൃപരമായി 24 നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇത് എങ്ങോട്ടെത്തും എന്നൊന്നും നമുക്കറിയില്ല. ഈ ഘട്ടത്തിലാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പുറത്തുവിടുന്നത് ബാർക്ക്. എല്ലാ ആഴ്ചയും ഈ ഓരോ ആഴ്ച പ്രതിവാര റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഈ ആഴ്ചയും വരുന്നത്. ഒരു കാര്യം, ബാർക്ക് ഇതിലേക്ക് കടന്നിട്ടേ ഇല്ല. ഇതിൻ്റെ മാൽപ്രാക്ടീസിൻ്റെ ഉള്ളടക്കം സത്യമാണോ സത്യവിരുദ്ധമാണോ എന്നത് സംബന്ധിച്ച് അവർ പരിശോധനകളിലേക്ക് കടന്നിട്ടില്ല. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പോലും നമുക്ക് ബാർക്കിൻ്റെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഘട്ടങ്ങളിൽ അവർ കരുതുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഈ ആഴ്ചത്തെയും റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു. ആമുഖമായി എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ബാർക്ക് ആത്യന്തികമായി ശാസ്ത്രീയമായി സമ്പൂർണ്ണ ശാസ്ത്രീയ റിപ്പോർട്ടാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇത് തെരഞ്ഞെടുപ്പ് സർവേ പോലെ അല്ലെങ്കിൽ മറ്റൊരു സർവേ പോലെ നടത്തുന്ന ഒരു സംവിധാനം, പ്രതീകാത്മകമായി സ്ഥാപിക്കുന്ന മെഷീനുകളിൽ നിന്ന് 3000-3500 വീടുകൾ സ്ഥാപിക്കുന്ന മെഷീനുകളിൽ നിന്നും വരുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു സർവേ മോഡലിലുള്ള റിപ്പോർട്ട് മാത്രമാണ് ബാർക്ക് എന്ന് എപ്പോഴത്തെ പോലെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്ത് ഇത് പെർഫെക്റ്റാണ്, ഇത്ര ആൾ കാണുന്നു എന്നുള്ള നിലയിലേക്കൊന്നും എത്തിക്കാൻ കഴിയില്ല. കാരണം അത്രയും കേരളത്തിൽ 3-3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ തന്നെ മിനിമം 2 കോടിയിൽ താഴെയുള്ള ആളുകൾ ടെലിവിഷൻ പല ഘട്ടങ്ങളിലായി കാണുന്ന ആളുകളായിരിക്കും. സ്ഥിരമായി കാണുന്ന 1 കോടിയിൽ താഴെയുള്ള ആളുകൾ ഉണ്ടാകാം. അതിൽ നിന്നും എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് വീണ്ടും പറയുകയാണ്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മാത്രമാണ്. അത് ഈ പരസ്യ മാർക്കറ്റിലടക്കം ഉപയോഗിക്കാൻ വേണ്ടി അവർ പരസ്യം കൊടുക്കുമ്പോൾ റേറ്റ് നിശ്ചയിക്കണമല്ലോ, ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള അവർ കൂടി ചാനലുകൾ കൂടി അംഗീകരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ അംഗമാകാതിരിക്കാം. ഇപ്പോൾ മീഡിയ വൺ അതിൽ നിന്ന് പിന്മാറി നേരെ മറിച്ച് 24 അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെതിരെ ഇപ്പോൾ പോരാടുകയാണ് എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ പല രീതിയിൽ വിയോജിപ്പുള്ള ആളുകളും ഇതിനകത്ത് നിന്നാലേ ഈ പരസ്യ വരുമാനം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം, അതായത് പരസ്യ മാർക്കറ്റിൽ ആർക്കാണ് പരസ്യം ഇത്ര രൂപയ്ക്ക് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ഒരേ ഒരു മാനദണ്ഡമാണിത്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്യന്തികമായി ഫലം പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ബാർക്കിൻ്റെ റിപ്പോർട്ട് എന്ന നിലയിൽ ഔദ്യോഗികമായ ഒരു സംഭവം പുറത്തു വരുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ബാർക്ക് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനം. ഈ ആഴ്ചത്തെ ബാർക്ക് റിപ്പോർട്ടിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. ഇത്രയൊക്കെ വിവാദങ്ങൾക്കിടയിൽ റിപ്പോർട്ടർ TV ഒന്നാമതെത്തി ഒരു സെഗ്മെൻറ്റിൽ എന്നുള്ളതാണ്. കേരള വോളിൽ റിപ്പോർട്ടർ TV ഒന്നാമതെത്തി എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് പുറത്തു നോക്കി കണ്ടാൽ മനസ്സിലാവും, റിപ്പോർട്ടർ TV വ്യത്യസ്തമായ നിലയിലുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ചകളിൽ ഒക്കെ വിധേയമാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് താരതമ്യേന നമ്മൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ റിപ്പോർട്ടർ TV കാര്യമായി പല ഘട്ടങ്ങളിലും മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ കൂടുതൽ ചർച്ച ചെയ്തൊരു ആഴ്ചയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നത്. അതിൽ തന്നെ അവർ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വാർത്ത മുക്കാനോ, നമുക്ക് 1ാം നിര ചാനൽ തന്നെ പ്രധാനപ്പെട്ട രാഹുലിനെതിരായ വാർത്ത ഏറ്റവും നിർണായക പോയിന്റിൽ മുക്കിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിച്ച കാഴ്ച സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച ഉണ്ട്. എന്നാൽ ഇവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്ന്
എന്ന് ഈ വിഷയത്തിലെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസിൻ്റെ ബഹിഷ്കരണവും അറ്റാക്കൊക്കെ വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിൽ കേരള ഓളിൻ്റെ ഭാഗം നമുക്ക് വായിക്കാം. റിപ്പോർട്ടർ TV ഒന്നാമത് 15.72 വർധന ഉണ്ടായി. 82.01 ആയിരുന്നത് 97.73 വർദ്ധിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് 5.28 വർധന ഉണ്ടാക്കി. 86.24 ആയിരുന്നത് 91.52 അതായത് 6 പോയിന്റിന്റെ വ്യത്യാസം ഇരു ചാനലുകളും തമ്മിൽ കേരള ഓളിൽ ഉണ്ട്. മൂന്നാമത് 24 ആണ്. 24 ന്യൂസിനും കാര്യമായ വർധനയുണ്ടായി. 5.58 വർധനയുണ്ടായി. 49.38 ആയിരുന്നത് 55.26 വർദ്ധിച്ചു. നാലാമത് മനോരമ ന്യൂസാണ്. മനോരമയ്ക്ക് 3.1 പോയിന്റിന്റെ വർധന. 40.45 ആയിരുന്നത് 43.55 വർദ്ധിച്ചു. അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമിക്ക് ഇടിവാണ് ഉണ്ടായത്. 2.16 ഇടിവ്. 34.87 ആയിരുന്നത് 32.71 കുറഞ്ഞു. ആറാമത് ന്യൂസ് മലയാളം 24/7 ആണ്. 3.18 ഇടിവുണ്ടായി. 27.83 ആയിരുന്നത് 24.65 കുറഞ്ഞു. ഏഴാമത് ജനം TV 2.32 ഇടിവ് ജനം TVക്കുണ്ടായി. 23.27 ആയിരുന്നത് 20.95 കുറഞ്ഞു. എട്ടാമത് കൈരളി ന്യൂസാണ്. 0.21 വർധന കൈരളി ന്യൂസിനുണ്ടായി. 19.91 ആയിരുന്നത് 20.12 വർദ്ധിച്ചു. അതായത് കേരള ഓളിൽ ജനം TVയും കൈരളിയും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമാണ്, 0.8 വ്യത്യാസം മാത്രമാണ് ഉള്ളത്. 9ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരള 2.22 വർധന അവർക്കുണ്ടായി. 11.72 ആയിരുന്നത് 13.94 വർദ്ധിച്ചു. ഇതാണ് കേരള ഓളിലെ സ്ഥിതി. കേരള ഓളിൽ റിപ്പോർട്ടർ TV വലിയ മേൽക്കൈ ഉണ്ടാക്കി ഒന്നാമതെത്തി. കാര്യമായ ഒന്നാം സ്ഥാനത്തേക്കുള്ള പോയിന്റ് വർധനയും അവർ സ്വന്തമാക്കി. മറ്റൊന്ന് മെയിൽ 22+ ABC ആണ്. അതിൽ റിപ്പോർട്ടർ TV ഒന്നാമതെത്തിയിട്ടില്ല. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമതുള്ളത്. പക്ഷേ റിപ്പോർട്ടറിന് വലിയ വർധന ഉണ്ടായി. ഏഷ്യാനെറ്റ് ന്യൂസുമായി വലിയ വ്യത്യാസമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഒരു 3 പോയിന്റോളം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് 9.38 വർധന ഉണ്ടായതോടുകൂടിയാണ് അവർക്ക് ഒന്നാമത് നിലനിർത്താൻ കഴിഞ്ഞത്. 116.36 ആയിരുന്നത് 125.74 ഏഷ്യാനെറ്റ് ന്യൂസിന് വർധനയുണ്ടായി. രണ്ടാമത് റിപ്പോർട്ടർ TV 21.13 വർധന, വലിയ വർധനയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് വലിയ ഈവൻ്റ് ഉണ്ടാകുമ്പോൾ, വാർത്താധിഷ്ഠിതമായ സംഭവം ഉണ്ടാകുന്ന സമയത്ത് റിപ്പോർട്ടർ TVയിലേക്ക് കൂടുതൽ ആളുകൾ വരുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ നമ്മൾ നേരത്തെയും പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇലക്ഷൻ റിസൾട്ട്, സമൂഹം വലിയ ചർച്ച ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ റിപ്പോർട്ടർ TV ആശ്രയിക്കുന്ന പുതിയ കാഴ്ചക്കാർ റിപ്പോർട്ടർ TVയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇത്തവണയും അതാണ് സൂചിപ്പിക്കുന്നത്. വാർത്താ സംഭവം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട സംഭവം അത് കോൺഗ്രസിന് അനുകൂലമായും പ്രതികൂലമായും ഇരട്ടത്താപ്പുകളുടെ അടിസ്ഥാനത്തിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ പിന്നാലെ CPMൻ്റെ നിലപാട് ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ വലിയ രീതിയിലുള്ള എല്ലാ വശങ്ങളും സമഗ്രമായി പരിശോധനയ്ക്ക് വിധേയമാക്കുക സത്യസന്ധമായി എന്നുള്ളൊരു കാര്യം ഉണ്ട്. അത് സാധ്യമാക്കുന്നുണ്ടോ എന്ന് ആധികാരികമായി പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ കൂടുതൽ ആളുകൾ പുതിയതായി കാണാൻ വരുമ്പോൾ റിപ്പോർട്ടർ TVയിലേക്കാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത് നിൽക്കുന്ന റിപ്പോർട്ടർ TVക്ക് 21.13 വർധന രേഖപ്പെടുത്തി. 101.45 ആയിരുന്നത് ഈ 48ാം ആഴ്ചയിൽ 122.58 വർദ്ധിച്ചു. അങ്ങനെയാണ് റിപ്പോർട്ടർ TV രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ചെറിയ വ്യത്യാസം, നേരത്തെ പറഞ്ഞ പോലെ 3 പോയിന്റോളം മാത്രം വ്യത്യാസം. മൂന്നാമത് 24 ന്യൂസാണ്. 6.14 കാര്യമായ വർധന തന്നെ അവർക്കുണ്ടായി. 62.08 ആയിരുന്നത് പക്ഷേ 68.22 എത്തിയത്. മൂന്നാമതാണ്. നാലാമത് മനോരമ ന്യൂസ് 9.73 വർധന. മനോരമയ്ക്ക് നല്ല വർധന ഉണ്ടാവുന്നുണ്ട്. മനോരമ 24 ഭീഷണിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 24 പരാതി ഉന്നയിച്ച സമയത്ത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ഞങ്ങളെ 4ാം സ്ഥാനത്തേക്ക് തള്ളിവിടാൻ പോലും റിപ്പോർട്ടർ TV നീക്കം നടത്തുകയാണ്, അങ്ങനെ മനോരമയെ മുന്നോട്ട് കയറ്റാനാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ആഴ്ച മെയിൽ 22+ ABCയിൽ 24മായി മുട്ടി നിൽക്കുന്ന മനോരമയെ നമുക്ക് കാണാം. മനോരമ 57.21 ആയിരുന്നത് 66.94 9.73 വർധന. 24വുമായിട്ട് വെറും 2 താഴെ പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്.
അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ്. 0.53 വർധന, 44.62 45.15. ആറാമത് ന്യൂസ് മലയാളം 24/7 3.14 ഇടിവ് അവർക്കുണ്ടായി. 32.55 ആയിരുന്നത് 29.41 ഇടിഞ്ഞു. ഏഴാമത് മെയിൽ 22+ സർവീസിൽ വ്യത്യാസമുണ്ട്. കേരള ഓളിൽ ജനം TV ആണെങ്കിൽ ഇവിടെ ഏഴാമത് കൈരളി ന്യൂസ് കയറി വന്നിട്ടുണ്ട്. കൈരളി ന്യൂസിന് കാര്യമായ വർധനയുണ്ടായിട്ടുണ്ട്. 2.17 വർധനയിൽ 29.07 ആയിരുന്നു 31.24 കൈരളി ന്യൂസിന് വർദ്ധിച്ചു. എട്ടാമത് ജനം TV 4.19 ഇടിവ് അവർക്കുണ്ടായി. അതാണ് അവർക്ക് വലിയ ഇടിവുണ്ടായി. അങ്ങനെയാണ് കൈരളി ന്യൂസുമായി ഇത്ര വലിയ വ്യത്യാസം വന്നത്. 4 പോയിന്റോളം 3 കൂടിയ പോയിന്റോളം വ്യത്യാസമുണ്ട്. ജനം TVക്ക് 32.68 ആയിരുന്നത് 28.49 കുറഞ്ഞു. ഒമ്പതാമത് ന്യൂസ് 18 കേരളം 1.21 വർധനയുണ്ടായി. 15.31 ആയിരുന്നത് 16.52 വർദ്ധിച്ചു എന്നതാണ് മെയിൽ 22+ ABC-യിലെ ഈ പോയിന്റ് നിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോഴുള്ള വ്യത്യാസം ഇതാണ്. കേരളത്തിൻ്റെ വാർത്താ ചാനലുകളുടെ അടിസ്ഥാന സ്വീകാര്യത എങ്ങനെ എന്നുള്ളതിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആത്യന്തികമായി ഇത് പെർഫെക്റ്റായ റിപ്പോർട്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബാർക്ക് അങ്ങനെ സർവേ അടിസ്ഥാനത്തിൽ അവകാശപ്പെടുന്നുമുണ്ട്. പക്ഷേ സർവേ ആണല്ലോ, ഇലക്ഷൻ സർവേ നടത്തുന്ന ആളുകൾ അങ്ങനെ ഈ ചാനലുകൾ തന്നെ അവകാശപ്പെടുമല്ലോ. ഓരോ പാർട്ടികൾ അവരുടെ നിഗമനങ്ങൾ ശരിയാണെന്ന് അവകാശപ്പെടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിൽ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ ആഴ്ചയും നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ളൊരു ഇഷ്യൂ. ആ പ്രശ്നത്തെ അവർ അഭിസംബോധന ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും റിപ്പോർട്ടർ TVയും 24 ന്യൂസും അവരവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആരാണ് മാൽ പ്രാക്ടീസ് നടത്തിയത് എന്നുള്ളത് നമുക്കത് നമ്മുടെ മുഖ്യധാരയിലുള്ള വിഷയമല്ല. ചാനൽ കാണുന്ന ആളുകൾക്ക് ചാനൽ കാണാൻ വാർത്ത സ്വീകരിക്കണോ വേണ്ടിയോ തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഇതിന് സമാന്തരമായി പോകുന്ന പരസ്യ മാർക്കറ്റിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന അളവ് കോൽ എന്ന് പറയുന്ന ബാർക്കാണ് എന്നുള്ളത് കൊണ്ടുകൂടി കച്ചവട എന്നുള്ള നിലയിൽ വലിയ ചർച്ചകൾക്കൊക്കെ സ്കോപ്പ് ഉള്ളതുമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് ഇതാണ്. നന്ദി, നമസ്കാരം.